ഉപ്പ് തൊട്ട് കർപ്പൂരമുള്ള സാധനങ്ങളും ഫർണിച്ചറും ചെടിച്ചട്ടി എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ പണിഞ്ഞിട്ട് 2 ആഴ്ച ആയില്ലല്ലോ, അതിനിടയ്ക്ക് കേടായോ? അതെ കേടായി. അങ്ങനെ ചെയ്യുമോ? ഒന്നല്ലെങ്കിൽ അയാൾ എത്ര വട്ടം എടുത്ത് പറഞ്ഞതാ ഞാൻ ലാഭം എടുത്തിട്ടില്ലെന്ന്. അങ്ങനെ ലാഭം എടുത്തിട്ടൊന്നും ഇല്ല. ലാഭം എടുക്കാതെ പണിയോ? അത് ക്ലിപ്പ് പോയതാ, ഇട്ടാ പോരെ. ആര് കയറ്റിയിടണം? ഞാൻ അതിനാ വിളിച്ച് വരുത്തിയത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന പാകപ്പഴയാകുമ്പോൾ നിങ്ങൾ വേണം ഇതൊക്കെ ശരിയാക്കി തരാൻ. ചോർച്ച അറിയത്തില്ല. ഇവിടെ നിന്നിട്ടുണ്ടോ? ഇവിടെ ഭയങ്കര ചോർച്ചയാ. അയ്യോ, അവിടെ ഇന്നലെ കൂടെ ആയിരുന്നു. എന്റെ തോട്ടത്തിൽ വെള്ളമൊന്നും വിടുന്നല്ലോ. അയ്യോ, അവിടെ ഇരുന്നാ പോരാ മക്കളെ. അതുകൊണ്ടേ ഇവിടെ ഇരുന്നിട്ട് കാൽ അങ്ങോട്ട് നീട്ടി വെക്കണം. ആണ്ടെ മുട്ടുവേദന കൂടി വെള്ളം വീണിട്ട് അറിയോ? കത്തിക്കൊണ്ടിരുന്ന ബൾബ് ഊരി എന്റെ ചെണ്ട തലയെ വീഴാൻ പോയി. ഞാൻ കണ്ടതുകൊണ്ട് തലനാരിലേക്ക് രക്ഷപ്പെട്ടു. ഞാൻ ഓടിപ്പോയി ആ ബൾബ് ക്യാച്ച് പിടിച്ചു. എന്റെ കൈ മുറിഞ്ഞു. എന്തോ പറയാനുണ്ട് നിങ്ങൾക്ക്? പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ല. എന്തേലും പറയാനുണ്ടോ? പഞ്ചായത്തിൽ ഇതിനും വെള്ളമില്ല. റൂമിൽ മൊത്തം ജലന്തി വല. എന്തോ ചെയ്യണം? മോട്ടറിന്റെ സ്വിച്ച് ഇട്ടിട്ട് വെള്ളം കയറുന്നില്ല. അതായത് മോട്ടറിന്റെ സ്വിച്ച് കേടാ. അതാ പ്രശ്നം. നോക്ക്, കണ്ടോ? മോട്ടറിന്റെ സ്വിച്ച് ഇട്ടാലേ മോട്ടർ വർക്കാവും. സൗണ്ട് കിട്ടില്ലേ? പിന്നെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു. ഇവിടെ മീൻകാർ വരുന്നില്ല ഇങ്ങോട്ട് ഈ കുറച്ച് നാളായിട്ടെന്ന്. അതിനിപ്പോ അയാൾ എന്ത് ചെയ്യാനാ? ഇവിടുത്തെ കൺസ്ട്രക്ഷന്റെ കുഴപ്പമാണ്. ഇത് വെളിയിലോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് ഗേറ്റ് വഴി അവർക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കവരെ. അത് ശരിയാ. എന്റെ മുട്ടുവേദനയും കൂടി. എന്തുകൊണ്ടാ? കൺസ്ട്രക്ഷന്റെ കുഴപ്പമാ. കണ്ടോ?